അതെ, ഈ ബീഫ് കറി നിങ്ങൾക്ക് തോന്നുമോ ഇത് 4 ഇൻഗ്രീഡിയൻസ് വെച്ചാണ് ചെയ്തിരിക്കുന്നതെന്ന്? ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പിയാണിത്. അന്ന് മുതൽ ഞാൻ വിചാരിച്ചതാണ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്ന്. സൂപ്പറാണ് കേട്ടോ. ഇതിനായിട്ട് ഞാൻ ഒരു കുക്കറിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് കുറച്ചധികം കൊച്ചുള്ളിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതും കൂടെ ഇതിലോട്ട് തട്ടി നല്ലതുപോലെ വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് നല്ലതുപോലെ വഴറ്റണം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലൂടെ ഇട്ട് നല്ലതുപോലെ വഴറ്റണം. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ചതച്ച വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കണം. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കണം. എല്ലാം കൂടി ഇതിലേക്ക് യോജിച്ച് ഒരു എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുന്ന സമയമാകുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കാം. ഇവിടെ 1 കിലോ ബീഫ് ഞാൻ എടുത്തിട്ടുണ്ട്. അതെല്ലാം കൂടി നല്ലപോലെ യോജിപ്പിച്ച ശേഷം കുക്കർ അടച്ച് വെച്ച് ഒരു 5-6 വിസിൽ കേൾക്കുന്നത് വരെ വേവിച്ചെടുക്കാം. ഞാൻ ഇതിൽ വെള്ളം ചേർക്കാതെ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഒരു 4-5 വിസിൽ കേൾപ്പിച്ചത്. ആവിയെല്ലാം പോയതിന് ശേഷം ഇതൊന്ന് തുറന്ന് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുണ്ടാക്കി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നിങ്ങളൊന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വെറൈറ്റിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ഒരു ബീഫ് റോസ്റ്റാണിത്. ശരിയാവുമെന്ന് പ്രതീക്ഷിച്ചല്ലേ ഇത് ഉണ്ടാക്കാൻ തുടങ്ങിയത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ട് പോണേ.